ഹലോ, അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് കുറച്ച് അലക്കൊലത്ത് പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മളിത് കാപ്പിയിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. ഈ കാപ്പിയുടെ കാര്യം പറയുമ്പോണ്ടല്ലോ, ചെറുതിലേ മുതലുള്ളൊരു ശീലമായിരുന്നു. നമ്മുടെ വീട്ടിൽ രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പം ഏറ്റവും ഫസ്റ്റ് കഴിക്കുന്നത് ഒരു കപ്പ് കാപ്പിയാണ്. അത് പൊട്ടശീലമാണ്. പിന്നെയാണ് ചൂടുവെള്ളം കുടിക്കണം, അങ്ങനത്തെ എന്തെങ്കിലും വെള്ളം കുടിക്കണം എന്നൊക്കെ ഉള്ളതൊക്കെ മനസ്സിലായി തുടങ്ങിയത് കേട്ടോ. അപ്പം ചെറുതിലേ മുതൽ അങ്ങനെ ശീലിച്ച് വന്നിട്ടുണ്ടല്ലോ. കല്യാണം കഴിഞ്ഞിട്ട് ചെന്ന് കഴിഞ്ഞപ്പം അവിടെ കാപ്പിയില്ല, കാപ്പിയേ അവിടെ ഉണ്ടാക്കില്ല, കാപ്പിപ്പൊടി പോലും അവിടെ വാങ്ങിക്കൂല. അപ്പോൾ അവർക്ക് രാവിലെ ഒന്നില്ലെങ്കിൽ നമ്മുടെ പാൽ ചായ അല്ലെങ്കിൽ കട്ടൻ ചായയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറേ നാളത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം നമ്മൾ ശീലിച്ച് വന്നിരിക്കുന്ന ഒരു സംഭവം പെട്ടെന്ന് മാറ്റുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. ഇപ്പം പിന്നെ ഞാൻ അഡ്ജസ്റ്റായി. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇപ്പം അങ്ങനെ എന്തായാലും കുഴപ്പമില്ല. കാപ്പി ഇട്ടാൽ ഏട്ടൻ കുടിക്കും, പാൽ ചായ ആണെങ്കിലും ഏട്ടൻ കുടിക്കും. എനിക്ക് പക്ഷേ ഒരു ദിവസം എപ്പോഴെങ്കിലും ഒരു ഗ്ലാസ് പാൽ ചായ കിട്ടിയില്ലെങ്കിൽ പറ്റില്ല കേട്ടോ. കട്ടൻ കാപ്പിയോടുള്ള ഇഷ്ടം പയ്യെ പയ്യെ കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ. പോ നമ്മൾക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയിലോട്ടേക്ക് കിടക്കാം. ഇന്ന് കുറച്ച് ഹെൽത്തിയാണ്. നമ്മളുടെ ദോശ ചമ്മന്തി മുതലായ സംഭവത്തിനോട് ഒരു വിട പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇതേ കുറച്ച് ഈ ഒരു സംഭവമില്ലേ, നമ്മുടെ റെഡ് കിഡ്നി ബീൻസ്, അത് ഇന്നലെ തലേന്ന് ഞാൻ കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. പിന്നെ നമ്മുടെ മഷ്റൂമും മുട്ടയൊക്കെ വെച്ചിട്ടൊരു സ്ക്രാമ്പിൾഡ് അങ്ങനത്തെ ഒരു സെറ്റപ്പൊക്കെയാണ്. ഇതൊന്നും പേഴ്സണലി എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല, പക്ഷേ ഇടയ്ക്ക് വല്ലപ്പോഴും ഇങ്ങനെ കഴിക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഇതൊക്കെ ഏട്ടൻ്റെ ഇതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഫസ്റ്റ് ഞാൻ ഇതിൻ്റെ പരിപാടി കിടക്കട്ടെ. ഞാൻ കാപ്പി കുടിച്ച് തീർന്നിട്ടില്ല, അത് കുടിച്ചിട്ട് നമുക്ക് ചെയ്യാം. ബൈ ദ ബൈ, നേരത്തെ ഏട്ടൻ ജിമ്മിൽ പോയതാണ് കേട്ടോ. പക്ഷേ ഇല്ലേ, ഇന്ന് പോയപ്പോൾ ടർക്കി എടുക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയി. അതുകൊണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ ടർക്കി ഇല്ലാണ്ട് ആ പരിസരത്ത് അടുപ്പിക്കില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഈ പട്ടി ചന്തയ്ക്ക് പോയ പോലെ തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പം വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തോളും. അപ്പോൾ അതേ നമ്മുടെ റെഡ് കിഡ്നി ബീൻസ്, ഞാൻ എൻ്റെ ഓർമ്മയിൽ പണ്ടെങ്ങാണ്ടോ കഴിച്ച സാധനമാണ് കേട്ടോ ഇത്. പിന്നെ നമ്മൾ വാങ്ങിക്കാറൊന്നുമില്ല. അപ്പോൾ ഇത് കുറച്ച് ഉപ്പും വെള്ളവും വെച്ചിട്ട് ഒന്ന് വേവിക്കുകയാണ് കേട്ടോ. ഞാനൊരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിൽ വേവിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 3 വിസിൽ ഞാൻ ചെറിയ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ സാധനമൊക്കെ ഉണ്ടല്ലോ, ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, ലൈക്ക് നമ്മൾ ഒരു യൂറോപ്യൻസ് ആ ഒരു സൈഡിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അവർ ബ്രേക്ക്ഫാസ്റ്റിൽ ഈ സാധനം ഉൾപ്പെടുത്തുമെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ കൂടുതലും കണ്ടത് നമ്മളുടെ അരുണിമ ദ പാക്കർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചാനലില്ലേ, ആ ചാനൽ ഞാൻ കാണാറുണ്ട് കേട്ടോ. അപ്പോൾ ആൾ മിക്കപ്പോഴും ഇങ്ങനെ പല പല സ്ഥലങ്ങളിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് മിക്കപ്പോഴും ആൾ കഴിക്കേണ്ട ഭക്ഷണം ഈ ഒരു സാധനമാണ്. അപ്പം ഏട്ടൻ പിന്നെ പ്രത്യേകിച്ചും ഇങ്ങനത്തെ ഐറ്റംസിനോടൊക്കെ ഒരു ചരിവുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്കാരനാണ് ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഓരോന്ന് അതുണ്ടാക്കാം ഇതുണ്ടാക്കാം എന്നൊക്കെ പറയണത് കേട്ടോ. അപ്പോൾ പുള്ളിയുടെ ഇൻസ്ട്രക്ഷൻസിലാണ് ഞാൻ ഇന്ന് ഇതെല്ലാം ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഞാൻ കുക്കറിൽ വേവാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ ഒരു ബോക്സ് മഷ്റൂം മേടിച്ചതിൽ പകുതി നമ്മൾ യൂസ് ആക്കിയിട്ടുണ്ടായിരുന്നു, ബാക്കി പകുതിയും കൂടി ഉണ്ട് കേട്ടോ. അപ്പം മഷ്റൂം എനിക്ക് പണ്ടൊന്നും വലിയ ഇഷ്ടം ഉണ്ടായിരുന്നില്ല, നമ്മളങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ചില ഭക്ഷണ സാധനങ്ങളുണ്ടല്ലോ, എന്താണെന്ന് അറിയില്ല, കാണുമ്പോഴേ നമുക്ക് വേണ്ട എന്നൊരു തോന്നൽ വരുമല്ലോ. പക്ഷെ ഒരു തവണ കഴിച്ച് പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങി. ഈ പനീർ ഇങ്ങനെയായിരുന്നു. ആദ്യത്തെ തവണ എനിക്ക് ട്രൈ ചെയ്തപ്പോൾ പനീർ തീരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ പനീർ ഇപ്പം എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ്. ചപ്പാത്തി ഉണ്ടെന്നുണ്ടെങ്കിൽ മറ്റുള്ള കറികളേക്കാൾ കൂടുതൽ ഞാനിപ്പം ഓപ്റ്റ് ചെയ്യുക പനീറാണ് കേട്ടോ. അപ്പം നമ്മുടെ മഷ്റൂം ഒരു ചെറിയ പീസാക്കി മാറ്റി ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനപ്പോൾ വെളിച്ചെണ്ണ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കിക്കഴിഞ്ഞപ്പം വെളിച്ചെണ്ണ കട്ട പിടിച്ചിരിക്കണം. അപ്പം അത് വരണില്ല. സ്പൂൺ കൊണ്ട് ഇങ്ങനെ തോണ്ടിയെടുക്കാൻ പാകത്തിനുള്ള ഹോളല്ല അതിന്, ചെറിയ ഹോളാണ്. അപ്പം ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ ഒരു സവാള ഭയങ്കര കുഞ്ഞാക്കി നമ്മൾ അരിയില്ലേ, അതും ഒരു 3-4 വെളുത്തുള്ളിയും കൂടെ ചെറിയതാക്കി അരിഞ്ഞതെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഉപ്പിട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റുക. ഇത് നമ്മളുടെ ബീൻസിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ബീൻസ് ഓൾറെഡി ഇത്രയും വിസിൽ നമ്മൾ കേൾപ്പിച്ചപ്പോഴത്തേക്കും നല്ലപോലെ വെന്ത് സെറ്റായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ സവാളയൊക്കെ ഭയങ്കരമായിട്ടൊന്ന് ഫ്രൈ ആവാനൊന്നും നിൽക്കണ്ട, ജസ്റ്റ് ഒന്ന് തണുത്തൊരു കളറൊക്കെ മാറി തുടങ്ങുമല്ലോ. അപ്പോഴത്തേക്കും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയിട്ട് നമ്മളുടെ ബീൻസ് ഇട്ട് വേവിക്കുക. ഏട്ടൻ പറയും പിന്നെ ഇത് അങ്ങനെയുള്ള ആൾക്കാർ കഴിക്കണത് എന്താ പറയുക, നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഉപ്പേരി അല്ലെങ്കിൽ
അങ്ങനെ ഭയങ്കരമായിട്ട് ഡ്രൈ ആക്കി എടുക്കൂലേ, ഇത് ജസ്റ്റ് ഒരു സൂപ്പിൻ്റെ കൺസിസ്റ്റൻസിയിൽ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് കേട്ടോ ഞാൻ സംഭവം ഉണ്ടാക്കുന്നത്. ഈ ഒരു വെള്ളം ഞാൻ കംപ്ലീറ്റ് വറ്റിക്കുന്നില്ല, വെള്ളത്തോടു കൂടെ നമുക്ക് ആ ബീൻസ് കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ആക്കുന്നത്. പക്ഷേ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഏട്ടൻ്റെ ഇതൊക്കെ കേട്ടുണ്ടാക്കിയെങ്കിലും എനിക്ക് അത്ര പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ അടിപൊളിയായിരുന്നു. ഇത് നമ്മളുടെ ഒരു സ്ക്രാമ്പിൾഡ് എഗ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ തുടങ്ങിയത്, പക്ഷെ അവസാനിച്ചപ്പോൾ അങ്ങനെയൊന്നും ആയിരുന്നില്ല കേട്ടോ. 2 മുട്ട എടുത്തിട്ടുണ്ട്, അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ അവിടെ ഇളക്കാൻ പോയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ഇത് ആ ഒരു അടപ്പിൽ നമ്മുടെ ഒരു 2 അടപ്പോളം പാലും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. പിന്നെ ഇതിലോട്ട് ഞാൻ എന്താ ചേർത്തേ, ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ നല്ലപോലെ ബീറ്റ് ചെയ്ത് അങ്ങനെ 2 3 ഒഴിച്ചല്ലേ, മറന്നുപോയി. അപ്പോൾ അത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ ഞാൻ സംഭവം നിർത്തുന്നത്. കുറച്ച് വെള്ളവും ഉണ്ട്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. കൂടുതൽ മസാലകളൊന്നുമില്ല, പക്ഷെ നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ അത് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കുക. ഈ പാല് ചേർക്കുമ്പം ഇങ്ങനെ ഒരു, പക്ഷേ ഉണ്ടല്ലോ എൻ്റെ മനസ്സിലും ഈ സ്ക്രാമ്പിൾഡ് എഗ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു മഞ്ഞ കളറാണ് കാണുന്നത്, പക്ഷെ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞപ്പം മഞ്ഞ കളറൊന്നും ആയിരുന്നില്ല. നമ്മൾ പച്ച മലയാളത്തിൽ മുട്ട ചിക്കി പൊരിക്കുന്ന ഒരവസ്ഥയിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മളുടെ മഷ്റൂമും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. മഷ്റൂം ഇപ്പോഴും ഇങ്ങനെ ഉണ്ടെങ്കിലും വെന്ത് കഴിയുമ്പോഴത്തേക്കും ചുരുങ്ങി ഒരു ഇച്ചിരി കോളായിട്ട് അങ്ങ് മാറും. അപ്പോൾ പിന്നെ അത് ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ അതിനുള്ളിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് നല്ലപോലെ വഴറ്റി കൊടുക്കുക. ഇങ്ങനെയുള്ളവരുടെ ഇങ്ങനത്തെ ഭക്ഷണങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭക്ഷണങ്ങൾക്ക് ഫുൾ മസാലയുടെ ഒരു കൂമ്പാരമാണ്, പക്ഷേ ഇങ്ങനത്തെ ഭക്ഷണങ്ങൾക്ക് മസാലാസ് ഭയങ്കര കുറവാണ്. ശരിക്കും നമ്മളുടെ വയറിനൊക്കെ എന്താ പറയുക, നല്ല ഒരു ഹെൽത്തി തരണത് ഇങ്ങനത്തെ ഫുഡാണ് കേട്ടോ. നമ്മുടെ ഭക്ഷണങ്ങൾക്ക് ഭയങ്കര എരിവായിക്കോട്ടെ, കറി മസാല, മല്ലിപ്പൊടി എന്ന് പറഞ്ഞിട്ട് കുറേ മസാലകൾ നമ്മൾ യൂസ് ആക്കൂലേ. അപ്പോൾ അതേ നമ്മളുടെ മുട്ടയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഉദ്ദേശിച്ച പോലെയൊന്നും വന്നിട്ടില്ല. ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കെട്ടുവിനാ ബെസ്റ്റ്. ഞാൻ അത്ര എക്സ്പേർട്ട് അല്ല ഈ ഒരു സംഭവത്തിലൊക്കെ. പിന്നെ നമ്മൾ ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. കുറച്ച് ദിവസത്തേക്ക് ഒരു ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളുടെ ഗോതമ്പിൻ്റെ വീറ്റ് ബ്രെഡാണ് മേടിച്ചിരിക്കുന്നത്, സാധാ ബ്രെഡല്ല കേട്ടോ. പക്ഷേ എനിക്ക് ആദ്യം വീറ്റ് ബ്രെഡ് ഇഷ്ടമല്ലായിരുന്നു, പക്ഷേ കഴിച്ച് ഇഷ്ടമാണ്. അങ്ങനെ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇങ്ങനത്തെ ഒരു ഫുഡ് ഉണ്ടാക്കുമ്പോൾ എന്താണെന്നറിയൂ, നമ്മുടെ വയറിനും സുഖമാണ്, അതേപോലെ തന്നെ പരിപാടിയും വേഗം കഴിയും. നമ്മൾക്കിപ്പോൾ ദോശ സാമ്പാറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര മെനക്കേടല്ലേ. ചമ്മന്തി ആണെങ്കിൽ എളുപ്പമാണ്, പക്ഷേ ഇതും ഭയങ്കര എളുപ്പമാണ് കേട്ടോ. പെട്ടെന്ന് നമ്മളുടെ പണി കഴിയും, ഈസിയാണ്. അങ്ങനെ നമ്മളുടെ ബ്രെഡ് സ്ക്രാമ്പിൾഡ് എഗ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും അങ്ങനെ വിളിച്ചോ. പിന്നെ ബീൻസും എനിക്കിഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റഡ് ആയിരുന്നു കേട്ടോ. ബീൻസ് ഞാൻ പ്രതീക്ഷിച്ച പോലെയല്ല. പിന്നെ അങ്ങനെ അതെല്ലാം കഴിച്ച് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് നമ്മളുടെ ഒഫീഷ്യൽ ടീ മേക്കർ ചായ ഇടാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു സാധനം കൂടെ ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റണില്ല. ഈ 2 കോംബോ തമ്മിൽ ഒരു ബന്ധമില്ലെന്നറിയാം. ഒരെണ്ണം ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളൊരു സംഭവം, ചായ അങ്ങനെയല്ലാന്ന് എനിക്കറിയാം. ഇനിയിപ്പോൾ ഞാനൊരു സൂത്രം കാണിച്ചു തരാട്ടെ, നിങ്ങൾ നോക്കിക്കോ. ഇന്ന് രാവിലെ മുതൽ ഇങ്ങനെയാണ്, പൊടി ഇങ്ങനെ പറന്നുകൊണ്ടേ ഇരിക്കണതാണ് കേട്ടോ. എന്താണെന്നറിയില്ല, ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്, പക്ഷേ ഇന്ന് ഭയങ്കര കൂടുതലായിട്ടാണ് ഈ ഒരു പൊടിക്കാറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. വെളിയിൽ ഇറങ്ങാൻ പറ്റില്ല. കാണിച്ചു തന്നതുണ്ടല്ലോ, നിങ്ങൾക്ക് വൃത്തിക്ക് കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല, പൊടിക്കാറ്റാണത്. ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ട്, പക്ഷെ ഇന്ന് ഭയങ്കര കൂടുതലായിട്ടേ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് പൊടിക്കാറ്റ്. ഈ സമയത്തൊക്കെ പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ കണ്ണിലോട്ടും വായിലോട്ടും മൂക്കിലോട്ടും ഒക്കെ ഇത് കയറും. അപ്പം അങ്ങനെ ഏട്ടൻ ഇപ്പോൾ ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ കിട്ടപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും രാവിലെ തന്നെയാണെന്നൊക്കെ. അല്ല കേട്ടോ, നമ്മൾ എഴുന്നേറ്റത് 11 മണിക്കാണ്. ഏട്ടന് ഈവനിങ് ഷിഫ്റ്റാണ്, അതായത് വൈകിട്ട് ഇപ്പോൾ പോയി 3 മണിയായി. ഇപ്പം 3 മണിക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് 4 മണിക്കാണ് ഡ്യൂട്ടി സ്റ്റാർട്ടാക്കുക. അത് മുതൽ 1 മണിയാകുമ്പോഴത്തേക്കും തിരിച്ച് വീടെത്തും. അപ്പോൾ അതുകൊണ്ട് ഈവനിങ് ഷിഫ്റ്റാണ്. പക്ഷേ ജിമ്മിലൊക്കെ പോകണമെന്നൊക്കെ പറഞ്ഞതുകൊണ്ട് നമ്മൾ കുറച്ച് നേരത്തെ എഴുന്നേറ്റ് 11 മണി അല്ലെങ്കിൽ 11 മണിക്കൊന്നും എഴുന്നേക്കാറില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഈ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും നമ്മളെപ്പോലെയുള്ള മലയാളികൾക്കൊക്കെ അത്ര ദഹിക്കണം എന്നൊന്നുമില്ല. എനിക്കും വലിയ ഇഷ്ടമുള്ള പരിപാടിയൊന്നുമല്ല, പക്ഷേ ഇടയ്ക്കൊക്കെ ജസ്റ്റ് ഇത് ഹെൽത്തി ആയിട്ടുള്ളൊരു ഇതാണല്ലോ, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് അങ്ങ് കഴിക്കും. നമുക്ക് നമ്മുടെ ദോശയും ചമ്മന്തിയൊക്കെ കഴിച്ചില്ലെങ്കിൽ എന്തോ ഉള്ളി കിടന്നിട്ടൊരു വെപ്രാളാണ്. അപ്പം ഇടയ്ക്കിടയ്ക്കൊക്കെ കഴിക്കും. ഇപ്പോൾ 2 ദിവസമായിട്ട് നമ്മൾ ഇങ്ങനെയൊക്കെ കഴിക്കണുണ്ട് കേട്ടോ. അപ്പം ജസ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് നിങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. സംഭവം ടേസ്റ്റൊക്കെ ഉണ്ട്, ടേസ്റ്റ് ഇല്ലയെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ നമ്മൾക്ക് ദഹിക്കാൻ ഒരു ഇച്ചിരി ഇതായിരിക്കും. കാരണം നമ്മളിങ്ങനത്തെ പുട്ട്, കടല മുതലായ സംഭവങ്ങളൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ നമുക്ക് അത്ര കണ്ട് തൃപ്തിയാവണം എന്നില്ല. പക്ഷേ ആരാണ് ഒരു ചേഞ്ച് ആഗ്രഹിക്കാത്തതെന്നൊക്കെ പറയുന്ന പോലെ ഒരു വൺസ് ഇൻ എ വൈൽ ഒക്കെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ.
ഇനിയിപ്പം യൂഷ്വലായിട്ടുള്ള നമ്മളുടെ പരിപാടികളാണ്. അടുക്കളയിൽ കുറച്ച് ക്ലീനിങ് ഉണ്ട്, നമ്മുടെ അല്ലാത്ത ക്ലീനിങ്, അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു കുട്ടി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.